എവിടെയാ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നേ? എല്ലാം ഇവിടെ തന്നെയുണ്ട് സത്യമ്മേ. ഇതൊരു സ്പെഷ്യൽ സാധനമാ. നിങ്ങളുടെ അച്ഛനൊക്കെ ഞാനിത് ഒരുപാട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മക്കള് പോയി ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും അവലട റെഡി ആയിരിക്കും. ശരി, ഞങ്ങൾ ഇപ്പൊ ഡ്രസ് മാറി വരാവേ. ശരി, വാ പപ്പി. പപ്പി, അച്ഛനും അമ്മയും വരുമ്പോ സത്യമ്മ വന്നിട്ട് പറയരുതെന്ന് പറഞ്ഞില്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? സത്യമ്മ വന്നെന്നറിഞ്ഞ അച്ഛന് വലിയ സന്തോഷാവുമായിരുന്നു. പക്ഷെ നമ്മൾ പറയില്ലെന്ന് പറഞ്ഞിട്ടല്ലേ സത്യമ്മ നമുക്ക് അവിലട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ പറയാൻ പാടില്ല. സത്യം പറയോ? ഇല്ല, പറയില്ല. എങ്കി വാ, നമുക്ക് ഡ്രസ് മാറാം. വാ. പപ്പി, ചൂടുണ്ട്. സത്യാമ്മേ, എനിക്കൊന്ന് പൊളിച്ചതാ. നല്ല ചൂടാ. ഇങ്ങതാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്ക്. സത്യാമ്മേ, എനിക്കും ചൂടുണ്ട്. ഒന്ന് തണുപ്പിച്ചതാ. പപ്പിമോൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതല്ലേ? സത്യമോളല്ലേ കഴിക്കാത്തത്. അതുകൊണ്ടാ സത്യമോക്ക് ഞാനിങ്ങനെ വാരി കൊടുക്കുന്നത്. ഇനി തന്നെ കഴിക്കുക കേട്ടോ മോളെ. തരാവേ. ദേ, ഇത് മാത്രല്ല, കൂടാതെ വേറെ കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ എനിക്കറിയാം. നമുക്കേ നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അതെല്ലാം സത്യമോൾക്ക് ഉണ്ടാക്കി തരാം. എനിക്കും. രണ്ടുപേർക്കും ഉണ്ടാക്കി തരാം. കഴിക്ക്. ഇതെന്റെ വിഷ്ണുവിന്റെ മോള, എന്റെ അവകാശി. ഇവൾക്ക് എന്തുണ്ടാക്കി കൊടുത്താലാ എനിക്ക് തൃപ്തിയാവുന്നത്? ഉമ്മതാ. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിലേ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്ന് തരാട്ടോ. ഞാൻ പോയി നോക്കിട്ട് വരാം. രാഘവേട്ടൻ എന്താ ചോറ് കഴിക്കാതിരുന്നേ? ഓ, വിശപ്പ് തീരെ തോന്നിയില്ല, അതാ കഴിക്കാഞ്ഞേ. വിശപ്പ് വരാതിരിക്കാൻ വേണ്ടി എന്താ കഴിച്ചേ? രാവിലെ ഒരു ദോശയല്ലേ കഴിച്ചുള്ളൂ. അതെ കേട്ടോ പിള്ളേ, ഭക്ഷണം കഴിക്കില്ല, എന്നിട്ട് എപ്പോ നോക്കിയാലും ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഇരിപ്പ. എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചാലേ ഓടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർമ്മ വേണേ. ആര് പറഞ്ഞു എനിക്ക് ആരും ഇല്ലെന്നു? ഞാനൊന്ന് കിടന്നു നോക്കട്ടെ. കളക്ടർ മരുമോൾ അടക്കം ഇവിടെ വരും എന്നെ നോക്കാനേ.
ആ അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ. നമുക്കേ അവനെ അവനെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വിളിച്ചാലോ? അവനിവിടെയല്ലേ നിൽക്കേണ്ടത്? ആര്? ആരെയാ? അതെ, വിഷ്ണു. വിഷ്ണുവിന്റെ കാര്യമാ. അവനിപ്പോഴും ഒറ്റാനടിയൊന്നും അല്ല. അവനൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. അവനെ വിളിക്കാന്ന് പറഞ്ഞാ അവന്റെ കുടുംബത്തെ കൂടെ വിളിക്കേണ്ടി വരും. അതിനെന്താ, അവൻ വരട്ടെ. അതിനൊപ്പം അവളും അവളുടെ കൊച്ചും വരട്ടെ. ഇതെന്റെ മാമോനാന്നീ പറയുന്നേ. കേട്ടോടാ പിള്ളേ. എടോ, ഞാനീ കാണുന്ന കേൾക്കുന്നൊന്നും സ്വപ്നമൊന്നും അല്ലല്ലോ. താനെന്ന് പിച്ചിക്ക്. എന്റെ രാഘവൻ സാറേ, ഇതിനി സ്വപ്നമാണെങ്കിൽ കൂടി നടക്കും. കാരണം പറഞ്ഞിരിക്കുന്നത് സത്യാമയാ. മനസ്സിൽ വിചാരിച്ച കാര്യം നടത്തുന്ന കാര്യത്തിൽ സത്യാമയെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. അതൊക്കെ ഞാനേ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. അവനും അവന്റെ ഭാര്യയും അവളുടെ മകളും എല്ലാരും വരട്ടെന്നേ. എല്ലാരും വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ടും കഴിയാം. അല്ല, ഭാമനല്ലേ പറഞ്ഞേ ശാലിനി ഇവിടെ കേട്ടത്തില്ലാന്ന്? അതൊക്കെ അന്നേരത്തെ ഒരു വാശിക്ക് ഞാൻ പറഞ്ഞതാ. ദേ ഇപ്പൊ ഞാൻ പറയുവാ, നമുക്ക് അവരെങ്ങ് വിളിക്കാം. രാഘവേട്ടന് അതല്ലേ ആവശ്യം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. എന്താ പോരെ?